ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം ബസിലിക്കയിൽ ക്രൂശിതൻ്റെ ചൂടടയാളം. സീറോ മലബാർ സഭയുടേത് സീറോ വെളിച്ചമാണോ, 0 വെളിച്ചമാണോ? മലിന വായുവും മലിന ജലവും പോലെയാണ് സഭയുടെ അംഗീകാരമില്ലാത്ത ജനാഭിമുഖ കുർബാന. ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാനിപ്പോൾ പറയുന്നത്. അച്ചോ, കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ ലത്തീൻ വേദപാഠകം അനുസരിച്ചുള്ള 2ാമത്തെ വായനയുടെ വ്യാഖ്യാനം നൽകിയിരുന്നു. 1 കൊരിന്തോസ് 2, 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളുടെ വ്യാഖ്യാനം. അപ്പോൾ അച്ഛൻ ഊന്നി പറഞ്ഞൊരു സംഗതിയുണ്ട്. പൗലോസ് കൊരിന്തോസിൽ ക്രൂശിതനെക്കുറിച്ച് മാത്രമേ പ്രസംഗിച്ചുള്ളൂ. ക്രിസ്തുവിനെക്കുറിച്ച്, അതും ക്രൂശിതനായവനെക്കുറിച്ച് മാത്രം പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പ്രസംഗ പാഠവമോ വാക്ക് ചാതുര്യോ പ്രത്യയശാസ്ത്രമോ തത്വജ്ഞാനമോ ഞാൻ പ്രസംഗിച്ചില്ല. ക്രൂശിതനായ ക്രിസ്തുവിനെ മാത്രം. അതുകൊണ്ട് പ്രസംഗത്തിൻ്റെ സൂത്രപ്പണി അല്ല സുവിശേഷ പ്രഘോഷണമെന്നും അച്ഛൻ പറയുകയുണ്ടായി. അതൊന്നുകൂടെ വിശദീകരിക്കാമോ? അച്ഛൻ്റെ വീഡിയോ കേട്ടിട്ടാകണം ചില വൈദികർ കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ പ്രസംഗവിദ്യയുടെ സൂത്രപ്പണി തന്നെ ഉപയോഗിച്ച പോലെ തോന്നി. ചില മെത്രാന്മാരുടെ ഗോഷ്ഠികളും പ്രസംഗങ്ങളും കേൾക്കുമ്പോഴും അത് സുവിശേഷ പ്രഘോഷണമല്ല, പ്രസംഗവിദ്യയുടെ സൂത്രപ്പണിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അച്ഛൻ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഒരു വിശദീകരണം ചോദിക്കുന്നത്. അച്ഛന് വലിയ തിരക്കാണെന്ന് അറിയാം, എങ്കിലും കഴിയുമെങ്കിൽ ഒരു വിശദീകരണം അച്ഛൻ തരാമോ? ഇതാണ് എനിക്ക് കിട്ടിയൊരു ചോദ്യം. ഞാൻ ആദ്യം ഒരു അനുഭവം പറയാം, ഒരു സംഭവം, എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം. എന്നിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. എനിക്ക് പട്ടം കിട്ടിയിട്ട് 3ാമത്തെ സംവത്സരം. എനിക്ക് താഴെ പട്ടം കിട്ടിയ ഒരു വൈദികനെ രൂപതര മെത്രാൻ പള്ളി കൊടുക്കാതെ സസ്പെൻഡ് ചെയ്ത് ഒരു ശിക്ഷ കൊടുത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ താമസിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ മുമ്പത്തെ വികാരിയച്ഛനായിരുന്ന ആൾ ഈ വൈദികൻ്റെ വല്യച്ഛനായിരുന്ന, ഇദ്ദേഹം കൊച്ചച്ഛനായിരുന്നു, വല്യച്ഛനായിരുന്ന ആൾ, ഒരു സീനിയർ വൈദികൻ എന്നെ കാണാൻ വേണ്ടി, ഞാനൊരു പള്ളിയിലെ കൊച്ചച്ഛനാണ്, എന്നെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് ഈ സീനിയർ വൈദികൻ എന്നോട് പറഞ്ഞു, ഒരല്പം ദേഷ്യപ്പെട്ട്, നീ അവരുടെയൊക്കെ ചേട്ടനാണെന്ന് ഞാൻ കരുതി. അവർ ആപത്തിൽപ്പെടുമ്പോൾ നീ അവരെ രക്ഷിക്കുമെന്നും. ഈ സംഭവത്തെക്കുറിച്ച് ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഞാൻ, എട്ടും പൊട്ടും തിരിയാത്ത ഞാൻ, കാരണം ഞാൻ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നെങ്കിലും അതിൻ്റെ വിശദാംശങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റിയൊരു അത്രയും തിരക്ക് പിടിച്ചൊരു ജീവിതമായിരുന്നു എൻ്റേത്. അപ്പം അതുകൊണ്ട് അതൊന്നും എനിക്കറിയാത്തത് കൊണ്ട് ഈ അച്ഛൻ, സീനിയർ അച്ഛൻ, എൻ്റെ മുമ്പത്തെ വികാരിയച്ഛനായിരുന്നു എൻ്റെ ഇടവകയിൽ. അപ്പം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ മിഴിച്ചു നിൽക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നത് അറിയാതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചച്ഛനായിരുന്ന ഈ അച്ഛനെക്കുറിച്ച്, അദ്ദേഹം വന്നുപെട്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്, ഇപ്പം സസ്പെൻഷനിലായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്, പട്ടം കെട്ടി 2 വർഷമായിട്ടോ ആവുന്നുള്ളൂ, ആ അവസ്ഥയൊക്കെ എന്നോട് വിശദീകരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആ വൈദികനെ കണ്ട്, എനിക്ക് താഴെ പട്ടം കിട്ടിയ ആളാണ്, അപ്പം ഞാൻ ആ വൈദികനെ കണ്ട് സംസാരിക്കാം, എനിക്ക് പറ്റാവുന്ന തരത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ വൈദികനെ കോണ്ടാക്ട് ചെയ്തു, ഈ സസ്പെൻഷനിലായിരിക്കുന്ന വൈദികനെ. അത് ഞാൻ വിളിപ്പിച്ചു. അപ്പം അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി എൻ്റെ ഓഫീസിൽ വന്നു. പണം തിരിമറി ചെയ്തുവെന്ന ഒരു ആരോപണമാണ് അദ്ദേഹം നേരിടുന്നത്. അദ്ദേഹം ഒരു ഓഡിയോ കാസറ്റോ മറ്റോ ഇറക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ ആരൊക്കെയോ ചേർന്ന്, പരിചയക്കുറവുണ്ടല്ലോ, ആരൊക്കെയോ ചേർന്ന് പറ്റിച്ചു. അതാണ് കഥ. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ സസ്പെൻഷൻ പിൻവലിക്കാൻ എനിക്കെന്താണ് ചെയ്യാൻ കഴിയുക? അച്ഛൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ കാസറ്റ് ഇറക്കാനായിട്ടൊരു 40,000 രൂപ കൂടി വേണം. അത് കണ്ടെത്തണം, 1. 2, എന്നോട് നേരിട്ടത് ഇറക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സംഘടനയോ പ്രസ്ഥാനമോ അങ്ങനെ എന്തെങ്കിലും ഒരു ആ തരത്തിൽ ഇത് പ്രസിദ്ധപ്പെടുത്താൻ പാടുള്ളൂ. അപ്പം ഞാൻ അന്ന് ബൈബിൾ കമ്മീഷനും ബിബ്ലി അക്കാദമിയൊക്കെ അതിൻ്റെ ഡയറക്ടറൊക്കെ ആയിരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ശരി, 40,000 രൂപ ഞാൻ ചെലവഴിക്കാം, ഇത് എൻ്റെ സ്ഥാപനത്തിലൂടെ ഇത് ഇറക്കം ചെയ്യാം, അച്ഛൻ്റെ പ്രശ്നം തീരുമല്ലോ. അങ്ങനെ ഞാനത് ഏറ്റു.
അങ്ങനെ എൻ്റെ പ്രസ്ഥാനമായ ബിബ്ലിയ അക്കാദമി 40,000 രൂപ കൊടുത്ത് എൻ്റെ പ്രസിദ്ധീകരണ വിഭാഗത്തിലൂടെ ഇത് പ്രസിദ്ധപ്പെടുത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പേര് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, അത് താങ്കൾ തന്നെ തീരുമാനിക്കുക, എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാനൊരു പേരിട്ടു, ക്രൂശിക്കപ്പെട്ട സ്നേഹം. ക്രൂശിക്കപ്പെട്ട സ്നേഹം. വ്യവസ്ഥകൾ പാലിക്കപ്പെട്ട് ആ കാസറ്റ് ഇറങ്ങിയതോടെ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ടു. ട്രാൻസ്ഫർ പറഞ്ഞ വ്യവസ്ഥകളൊക്കെ പാലിച്ചതുകൊണ്ട് ആ കാസറ്റ് വിറ്റ് പോവുകയോ എനിക്കതിൻ്റെ പണം തിരിച്ചു കിട്ടുകയോ ചെയ്തില്ല. മാത്രമല്ല, ഇത് ഇറക്കിയതിൻ്റെ പേരിൽ കുറച്ച് ഞാൻ ക്രൂശിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ക്രൂശിക്കപ്പെട്ട സ്നേഹം എന്നത് എൻ്റെ കാര്യത്തിലും വളരെ സത്യമായി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അത് സത്യമായിരുന്നിരിക്കാം, ക്രൂശിക്കപ്പെട്ട സ്നേഹം. അദ്ദേഹത്തെ ആരെങ്കിലും ചതിച്ചതാണെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്കൊന്നും പോയില്ല. 1992 നടന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് 40,000 രൂപയുടെ മൂല്യം എത്രയാണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുരിശ് എടുത്തു മാറ്റാൻ ഞാൻ ക്രൂശിക്കപ്പെട്ടു. ക്രൂശിക്കപ്പെട്ട സ്നേഹമായി എൻ്റേത്. ക്രൂശിക്കപ്പെട്ട സ്നേഹം, ക്രൂശിതനായ ക്രിസ്തു, ഇതാണ് പ്രസംഗിക്കേണ്ടത് എന്നാണ് പൗലോസ് ലേഖ പറഞ്ഞത്. ക്രൂശിക്കപ്പെട്ട സ്നേഹം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇങ്ങനെ പൗലോസ് ലേഖ അത് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ധ്വനിയുണ്ട്. ക്രിസ്തുവർഷം 51 പൗലോസ് കൊറിന്തോസിലെത്തുന്നത്. അതിന് 2 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവർഷം 49 ക്ലാവുഡിയസിന്റെ കൽപ്പന പ്രകാരം റോമായിൽ നിന്ന് പുറത്താക്കപ്പെട്ട 2 യഹൂദ ക്രിസ്ത്യാനികൾ, പ്രിഷില്ലയും അവരുടെ ഭർത്താവ് അക്വിലയും റോമായിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കൊറിന്തോസിൽ വന്നിട്ടുണ്ട്. അവരുടെ ജോലി പൗലോസിന്റെ ജോലി ഒന്നു തന്നെയാണ്, കൂടാരപ്പണി. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കൊറിന്തോസിൽ ഒരു കട തുടങ്ങി. ഈ കൂടാരം കെട്ടിക്കൊടുക്കുന്ന ആൾക്കാർക്ക് സമീപിക്കാൻ വേണ്ടിയുള്ള കട. ഈ കടയിൽ വരുന്നവരോടും അവരോട് ബന്ധം സ്ഥാപിച്ച് അവരോടുള്ള ചങ്ങാത്തത്തിലൂടെ മറ്റുള്ളവരോടും ഈ പൗലോസും പ്രിഷല്ലയും അവരുടെ ഭർത്താവ് അക്വിലയും കർത്താവിനെക്കുറിച്ചുള്ള, ക്രൂശിതനെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നടത്തി. ഏകദേശം 1.5 കൊല്ലമാണ് പൗലോസ് കൊറിന്തോസിൽ ആ സമയത്ത് താമസിക്കുന്നത്. പ്രാചീന കൊറിന്തോസിൽ പൗലോസ് സ്ഥിരമായി പ്രസംഗിച്ചിരുന്ന ബേമ ഇപ്പോഴും കാണാം. ഞാൻ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ആ സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ ബേമയുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രസിദ്ധം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ കൊറിന്തോസിൽ താമസിച്ച് പ്രസംഗിച്ച പൗലോസ് യെറൂസലേമിൽ ഒരു ക്ഷാമം വന്നപ്പോൾ കൊറിന്തോസിലെ സഭയിൽ നിന്ന് പണം പിരിക്കാനായിട്ട് തീരുമാനിച്ചു. അത് ജെറുസലേം സൂനോദോസിന് തീരുമാനം കൂടിയായിരുന്നു. ഗലാത്യ ലേഖനം 2:10 പൗലോസ് തന്നെ അത് പറയുന്നുണ്ട്, ദരിദ്രരെ ഓർക്കണമെന്ന്. ഈ പണം പിരിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അതൊരു പ്രശ്നമുണ്ടാക്കി കൊറിന്തോസിൽ. മറ്റ് അപ്പസ്തോലന്മാരെല്ലാവരും തങ്ങളുടെ സുവിശേഷ പ്രഘോഷണത്തിന് പണം വാങ്ങിയിരുന്നു. പൗലോസ് വാങ്ങിയിരുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് കൂടാരപ്പണി ചെയ്ത് പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പൈസ വേണ്ട. മറ്റപ്പസ്തോലന്മാരൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം പണം പിരിക്കാനായിട്ട് പൗലോസ് തീരുമാനിക്കുന്നു. അപ്പം ചിലരെല്ലാം കൂടി ഒരു ഗ്യാങ് കൂടി ഈ പൗലോസിനെതിരെ ഒരു ആക്രമണം അഴിച്ചു വിട്ടു. അതായത് ഈ പണം പൗലോസ് സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നമ്മുടെ ഭൂമി കുംഭകോണ കേസ് പോലെയൊക്കെ പെട്ടെന്ന് തന്നെ ഈ വനത്തിലെ തീപിടുത്തം പോലെ അങ്ങ് പടർന്നു പിടിച്ചു. സഭ ഒരു അന്വേഷണ കമ്മീഷൻ നിയമിച്ചു പൗലോസിനെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ. ആ അന്വേഷണ കമ്മീഷൻ പൗലോസിനെതിരായ റിപ്പോർട്ടാണ് നൽകിയത്. ആ റിപ്പോർട്ട് 2 കൊരിന്തോസ് 10:10 പൗലോസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ ലേഖനങ്ങൾ ഘനമുള്ളതും ഊക്കുള്ളതും തന്നെ, എന്നാൽ ശാരീരിക സാന്നിധ്യം ബലഹീനവും വാക്ക് നിന്ദ്യവുമാണ് എന്ന് ചിലർ പറയുന്നുവല്ലോ. ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടാണ് പൗലോസ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഹിസ് ലെറ്റേഴ്സ് ആർ വെയ്റ്റി ആൻഡ് സ്ട്രോങ്, ബട്ട് ഹിസ് ഫിസിക്കൽ പ്രസൻസ് ഇസ് വീക്ക് ആൻഡ് ഹിസ് വേർഡ്സ് ആർ കണ്ടംപ്റ്റബിൾ. എന്തൊരു ശക്തമായ ആരോപണം അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതുമോ? സാധാരണഗതിയിൽ എഴുതില്ല. പക്ഷെ അവരെഴുതി ഹിസ് ഫിസിക്കൽ പ്രസൻസ് ഇസ് വീക്ക്. അതായത് പൗലോസിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. പൗലോസിന് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ശരീരം കൊണ്ട്. ഒന്ന്, കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നു. ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കണ്ണുകൾ പോലും ചുഴന്നെടുത്ത് തരാൻ നിങ്ങൾ തയ്യാറായിരുന്നു. അത് പൗലോസിന്റെ കണ്ണിന് പ്രശ്നമുള്ളപ്പോൾ അവർക്ക് അത്ര സ്നേഹമായിരുന്നു ഗലാത്യക്കാർക്ക്.
പൗലോസിനോട് നിങ്ങൾ കണ്ണുകൾ പോലും ചൊഴുന്നെടുത്ത് നിങ്ങൾ തരുമായിരുന്നു, അങ്ങനെയുള്ള ആളെയാണ് എന്നെയാണ് നിങ്ങൾ ഉപേക്ഷിക്കണം ഇപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് എഴുതുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ. സാവൂൾ എന്നായിരുന്നല്ലോ പേര്, പക്ഷെ പൗലോസ് എപ്പോഴും പൗലോസ് എന്ന് എഴുതിയിരുന്നേ. എന്തേ? പൗലോസ് എന്ന വാക്കിന് ചെറിയ എന്നർത്ഥമുണ്ട്. ചെറിയ അപ്പസ്വലമാൻ, ചെറിയവൻ, പൊക്കം കുറഞ്ഞവൻ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ പൊക്കം കുറവായിരുന്നു, ഭംഗി കുറവായിരുന്നു, കണ്ണിന് കാഴ്ച കുറയുന്നു. ഇനി പൗലോസൻ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസിന്റെ ഭംഗി കുറിച്ച് പൗലോസ് തന്നെ പറയുന്നത് 1 കൊരിന്തോസ് 15:8 അകാല പ്രജ പോലെയുള്ള എനിക്കും അവൻ പ്രത്യക്ഷനായി എന്നാണ്. അകാല പ്രജ, ഗ്രീക്കിൽ എക്കത്രോമ എന്നാണ് വാക്ക്. എക്കത്രോമ അകാല പ്രജ എന്നർത്ഥം കൂടാതെ അനിയത ജന്മം, അബ്നോർമൽ ബർത്ത്, നിയതമല്ല അനിയതം, അനിയത ബർത്ത്, അനിയത ജന്മം, അബ്നോർമൽ ബർത്ത് എന്നർത്ഥമുണ്ട്. അലസിപ്പോയ ഗർഭം, അബോട്ടഡ് ഫീറ്റസ് എന്നർത്ഥമുണ്ട്. അലസിപ്പോയ ഭ്രൂണം, മിസ്കാരേജ് എന്നർത്ഥമുണ്ട്. വിചിത്ര ജന്മം എന്നും ധ്വനിയുണ്ട്. ഈ വാക്ക് മുതിർന്നവർക്ക് ഉപയോഗിക്കുമ്പോൾ ഭീകര സ്വത്വം, ഭീകര സത്വം, സ്വത്വമല്ല സത്വം, വികൃത ജന്തു എന്നൊക്കെയാണ് അർത്ഥം. കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ അലസിപ്പോയ ഭ്രൂണം, അനിയത ജന്മം, അലസിപ്പോയ ഗർഭം, അങ്ങനെയൊക്കെ അർത്ഥമാണ്. അകാല പ്രജ അങ്ങനെയൊക്കെ അർത്ഥം. മുതിർന്നവർക്ക് ഉപയോഗിക്കുമ്പോൾ ഭീകര സത്വമെന്നോ വികൃത ജന്തു എന്നോ അർത്ഥം. താൻ സഭ കഠിനമായി പീഡിപ്പിച്ചവനായതിനാൽ ശ്ലൈഹിഗണത്തിലെ രാക്ഷസ രൂപിയായിരുന്നു ഞാൻ എന്നാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. അവൻ്റെ ശാരീരികമായ ആ പ്രത്യേകതയ്ക്ക് കൂടി കൈ ചൂണ്ടിക്കൊണ്ടാണ്. തീർന്നില്ല. ഇങ്ങനെ പൗലോസിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ പൗലോസ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എഫെസോസിൽ നിന്നും കോരിന്തോസിൽ എത്തുന്നുണ്ട്. എന്താ സംഭവിച്ചത്? പൗലോസിനെ ഈ ഗ്യാങ് ലീഡറുടെ നേതൃത്വത്തിൽ അങ്ങ് പൊതിരെ തല്ലി, അദ്ദേഹത്തിന് വസ്ത്രമെല്ലാം വലിച്ചു കീറി അർദ്ധനഗ്നനാക്കി സിനഗോഗിന് മുമ്പിലുള്ള ആ വഴിയിലൂടെ അങ്ങ് വലിച്ചെടച്ചു. നിങ്ങൾ പ്രാചീന സിനഗോഗിൽ കോരിന്തോസിൽ ചെല്ലുമ്പോൾ ആ സിനഗോഗിന്റെ കവാടത്തിൽ ഉണ്ടായിരുന്ന കല്ല് ഇപ്പോഴും അവരെ സൂക്ഷിച്ചിട്ടുണ്ട്. പൗലോസിനെ തല്ലി നിരപ്പാക്കിയ ആ സിനഗോഗിൽ ഒരു കല്ല് ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഈ പൗലോസിന്റെ വേദനകളുടെ കണക്ക് 2 കൊരിന്തോസ് 11-ാം 23 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ വായിച്ചാൽ കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഞാൻ വളരെയേറെ അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, എണ്ണമറ്റ വിധം അടികൊണ്ടു, പലപ്പോഴും മരണ വക്രത്തിൽ അകപ്പെട്ടു. 5 വട്ടം യഹൂദരാൽ 1 കുറയെ 40 അടികൊണ്ടു, 3 വട്ടം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും തുറന്ന കടലിൽ കഴിച്ചു. ഞാൻ തുടരെ യാത്ര ചെയ്തു. നദികളിൽ ആപത്ത്, കൊള്ളക്കാരിൽ നിന്നുള്ള ആപത്ത്, സ്വജനത്തിൽ നിന്നുള്ള ആപത്ത്, വിജാതിരിൽ നിന്നുള്ള ആപത്ത്, പട്ടണത്തിൽ ആപത്ത്, വിജനപ്രദേശത്ത് ആപത്ത്, കടലിൽ ആപത്ത്, വ്യാജ സഹോദരന്മാരിൽ നിന്നുള്ള ആപത്ത്, കഠിനാധ്വാനം, കഷ്ടപ്പാട്, പലപ്പോഴും ഉറക്കിളപ്പ്, വിശപ്പ്, ദാഹം, തണുപ്പ്, നഗ്നത എന്നിവയിൽ ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നത്? ആര് ഇടറിപ്പോകുമ്പോഴാണ് ഞാൻ കത്തി എരിയാത്തത്? നിങ്ങളിത് കേൾക്കുക, വായിക്കുക. ഇത് 2 കൊരിന്തോസ് ആണ്. ഇത് എഴുതപ്പെടുന്നത് ക്രിസ്തുവർഷം 57 പിന്നെയും 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് പൗലോസ് മരിക്കുന്നത്. അപ്പോൾ ഈ 57 വരെയുള്ള ഈ വേദനയുള്ള ഒരു ഗ്രാഫിക് പിക്ചറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലാത്തി കൊണ്ട് 3 പ്രാവശ്യം അടിക്കപ്പെട്ടു. 40 അടിക്ക് 1 കുറവേ, എന്ന് വെച്ചാൽ 39 അടി ലാത്തി കൊണ്ട് 3 പ്രാവശ്യം, അതായത് 39 × 3, 5 പ്രാവശ്യം ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടു. ചമ്മട്ടിയടി 2 തരമുണ്ട്. ഒന്ന് തോല് കൊണ്ട്, മറ്റൊന്ന് തോലിൽ ഈ തോൽവാറിൽ അസ്ഥി കഷ്ണങ്ങളും ഇരുമ്പ് കഷ്ണങ്ങളും കൂട്ടിച്ചേർത്തിട്ട്, അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 5 പ്രാവശ്യം, 39 പ്രാവശ്യം വെച്ച് 5 പ്രാവശ്യം. ഈ 4 പട്ടാളക്കാരോ 2 പട്ടാളക്കാരാണ് ഈ തോൽവാറ് പിടിച്ചിട്ട് അടിക്കുന്നത്. അങ്ങനെ അടിച്ച് ഇവർ ഈ ചമ്മട്ടി എടുക്കുമ്പോൾ ശരീരത്തിൽ ചുറ്റിയിരിക്കുന്ന ഈ തോൽവാർ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ അസ്ഥികൾ കാണണമെന്നാണ് പ്രമാണം. അങ്ങനെ 39 അടി വെച്ച് 5 പ്രാവശ്യം പൗലോസ് കൊണ്ടിട്ടുണ്ട്. ഈ 57 ഈ ലേഖനം എഴുതിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. 51 എഴുതിയ ലേഖനം, ഗലാത്യ ലേഖനം 51 എഴുതുന്നത്. അതിൽ അവസാനത്തതിൻ്റെ തൊട്ടുമുമ്പത്തെ വചനം, ഗലാത്യ ലേഖനം 6:17 അത് എഴുതിയിരിക്കുകയാണ്: ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം
എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇനിമേൽ ആരും എനിക്ക് പ്രയാസം വരുത്തരുത്. ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. സ്റ്റിഗ്മാത്ത് എന്ന വാക്കാണ് അത് ഉപയോഗിച്ചത്. ഇപ്പം നമ്മൾ സ്റ്റിഗ്മാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാദ്രി പിയോയ്ക്ക് ഉണ്ടായതുപോലെയോ ഫ്രാൻസിസ് അസിസിക്ക് ഉണ്ടായതുപോലെയുള്ള മുറിവുകൾ സ്റ്റിഗ്മാത്ത. ഈ പൗലോസിന് അതുണ്ടായിരുന്നോ ഇല്ലയോ ഇതേക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, അറിയില്ല. പക്ഷേ ചൂടടയാളം എന്നതിന് വേറെ അർത്ഥം വന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ പാണ്ഡിദേശത്ത് വരുന്ന കാളകളുടെ പുറകിൽ ഈ 2 അടയാളമില്ലേ, ചന്തിക്ക് 2 അടയാളം, അതായത് ഇരുമ്പ് കമ്പി പഴുപ്പിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ പാണ്ടിക്കാളയുടെ ചന്തിയിൽ ഇങ്ങനെ ഇരുമ്പ് കോല് പഴുപ്പിച്ച് ചൂട് വെക്കുന്നത് പോലെയുള്ള അടയാളം പൗലോസിൻ്റെ തൊടയിലുണ്ടായിരുന്നു. അതാണ് യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നെന്ന് പൗലോസ് പറയുന്നത്. അതായത് ഇരുമ്പ് കമ്പി പഴുപ്പിച്ചിട്ട് പൗലോസിൻ്റെ തൊടയിൽ ചന്തിയിൽ വെച്ച് ആ അടയാളം മാഞ്ഞു പോകുന്നില്ല, അത്ര കുഴിഞ്ഞു കിടക്കുകയാണ്. കമ്പി പഴുപ്പിച്ചിട്ട് പൗലോസിൻ്റെ തൊടയിൽ വെച്ചതിൻ്റെ അടയാളമാണ് ഈ ചൂടടയാളം എന്ന് പൗലോസ് പറയുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ അവന് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ് പൗലോസ് എന്ന് കൂടി അർത്ഥമുണ്ട്. അപ്പോൾ പൗലോസ് അതുപോലെ ക്രൂശിക്കപ്പെടുമ്പോൾ, സഹിക്കുമ്പോൾ, വേദനകൾ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ വെളിച്ചം ലോകത്തിലേക്ക് പ്രസരിക്കുന്നത്. ഞായറാഴ്ചത്തെ സുവിശേഷ വായന എന്തായിരുന്നു? നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. എങ്ങനെയാണ് നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമാകുക? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ നമ്മൾ ക്രൂശിക്കപ്പെടുമ്പോഴാണ്, നമ്മൾ ഒന്നുമില്ലാതാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രകാശം നമ്മിലൂടെ പ്രസരിച്ച് ലോകത്തിലേക്ക് എത്തുന്നത്. സങ്കീർത്തനം എന്തായിരുന്നു ലത്തീൻ സഭയിലെ കഴിഞ്ഞ ഞായറാഴ്ച? നിങ്ങൾ വിജാതിയർക്ക് പ്രകാശമാകണം. എങ്ങനെയാണ് വിജാതിയർക്ക് പ്രകാശമാകുക? ക്രിസ്തുവിനെ പോലെ ക്രൂശിക്കപ്പെടുമ്പോൾ. അപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ക്രൂശിക്കപ്പെടാൻ തയ്യാറാവുക എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് ഈ സഹനം, ക്രൂശിക്കപ്പെടൽ നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമാണോ? മറ്റുള്ളവർ നമ്മൾ ക്ലേശിപ്പിക്കുക, ഉപദ്രവിക്കുക, പീഡിപ്പിക്കുക, മർദ്ദിക്കുക, നമ്മൾ സഹിക്കാനായിട്ട് വിട്ടുകൊടുക്കപ്പെടുക, രോഗം, രക്തസാക്ഷിത്വം, സഹനം, ഇതൊക്കെ നമുക്ക് ആർക്കും ഇഷ്ടമുള്ളതാണോ? അല്ല. എന്നിട്ടും ഇങ്ങനെയൊക്കെയുള്ള കർത്താവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് എത്ര പേരാണ് ലോകത്തുള്ളത്? ലോകത്ത് 800 കോടി മനുഷ്യരുള്ളതിൽ 240 കോടി ആളുകളും ക്രിസ്ത്യാനികളാണ്. ഇങ്ങനെ സഹിച്ച് കുരിച്ചിൽ കിടക്കുന്ന അവനെ സ്വീകരിച്ചവർ 240 കോടി. 800 കോടി ഉള്ളു മനുഷ്യർ, അതിൽ 240 കോടി ഇപ്പോൾ. അതിൽ 140 കോടി കത്തോലിക്കര്. അവരിൽ 80% ഈ കഴിഞ്ഞ ഞായറാഴ്ച പള്ളി പോയി. എന്ന് വെച്ചാൽ ഒരു 110-120 കോടി ആളുകൾ കഴിഞ്ഞ ഞായറാഴ്ച പള്ളി പോയി. 110-120 കോടി ആളുകൾ കഴിഞ്ഞ ഞായറാഴ്ച പള്ളി പോയി. ഒരു 10-20 കോടിയാണ് പോകാതിരുന്നിട്ടുള്ളൂ കത്തോലിക്കരിൽ. ക്രിസ്ത്യാനികൾ വെച്ച് നോക്കുകയാണെങ്കിൽ 200 കോടിയിലധികം പേര് കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ പോയി. ഈ സഹിക്കുന്ന ക്രൂശിക്കപ്പെട്ട കർത്താവിനാൽ ആകർഷിക്കപ്പെട്ട് മാത്രമല്ല 30 കോടി, ഈ 240 കോടിയിൽ 30-40 കോടി ആളുകൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഇസ്ലാമിക ആളുകളിൽ നിന്നും പീഡനമേറ്റുകൊണ്ടിരിക്കുക. ക്രൂശിക്കപ്പെട്ട കർത്താവ് ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുകയാണ്. അപ്പം നമുക്ക് സഹനം ഇഷ്ടമില്ല, ക്ലേശം ഇഷ്ടമില്ല, ഉപദ്രവം ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും അവന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അനേക കോടിയാണ്. അപ്പോൾ ഇതൊന്ന് നമ്മുടെ നാട്ടിലേക്ക് വെച്ച് നോക്കൂ, ഒന്ന് പ്രയോഗത്തിലേക്ക് വരുത്തി നോക്കൂ. നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് നോക്കിയേ, കർത്താവിനെ ക്രൂശിച്ചവരും പൗലോസിനെ തല്ലിയവരുമാണ് തലപ്പത്ത്. അതിനാൽ നാം ക്രൂശിക്കപ്പെടുകയും തല്ലുമേടിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും കഴിഞ്ഞ 2 മാസത്തിലേറെയായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസിലിക്കയിൽ സഭയുടെ കുർബാന കിട്ടാനായി കുറെ ആളുകൾ ക്രൂശിക്കപ്പെട്ട് കിടക്കുകയാണ്, പരിഹസിക്കപ്പെട്ട് കിടക്കുകയാണ്. കുറെ ശുദ്ധാത്മാക്കൾ അല്ലാത്തവരുണ്ടാവായിരിക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് ബസിലിക്കയിൽ മെത്രാന്മാർ അംഗീകരിച്ചതും മാർപ്പാപ്പ അംഗീകരിച്ചതുമായി കുർബാന വേണമെന്ന് പറഞ്ഞ് അവിടെ കിടക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവുമായിട്ട് താതാത്മ്യപ്പെടുകയാണ്. അതിലൂടെയാണ് സീറോ മലബാർ സഭയുടെ വെളിച്ചം ലോകം മുഴുവൻ പ്രസരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വടക്കേ ഇന്ത്യയിൽ മറ്റ് മതസ്ഥരിൽ നിന്നെന്ന പോലെ നമ്മുടെ മെത്രാപ്പോലിത്തന്മാരിൽ നിന്നും നമുക്ക് പീഡനമേൽക്കുന്നു. തങ്ങൾക്ക് വിശേഷ അധികാരമുണ്ടെന്നും പറഞ്ഞിട്ടാണ് അവര് സത്യവിശ്വാസികളെ പീഡിപ്പിക്കുന്നത്. ആര്? മെത്രാപ്പോലിത്തന്മാരും മെത്രാന്മാരും. അവർക്ക് കിട്ടിയ വിശേഷ അധികാരം ദൈവജനത്തെ പീഡിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. കേരളത്തിലും അത് സംഭവിക്കുന്നു, വിശേഷിച്ച് എറണാകുളത്ത്.
പക്ഷെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി സത്യവിശ്വാസികൾ മാറുന്നതിലൂടെയാണ് ക്രിസ്തുവിന്റെ വെളിച്ചം വിജാതികളിലേക്കും ലോകത്തിലേക്കും പ്രസരിക്കുന്നത്. ആദ്യമൊക്കെ മറ്റ് മതസ്ഥരെ നമ്മളെ പരിഹസിച്ചിരുന്നു ഈ ലിറ്ററേച്ചറിന്റെ കാര്യം പറഞ്ഞ്. ഇപ്പോൾ അതിൽ ചില ഹിന്ദുക്കളും ചില മുസ്ലിംസും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയണേ. അതായത് അച്ഛൻ എന്തിനാണ് ഈ എറണാകുളം അങ്കമാലി അതിരും എന്തിനാണ് ഈ പ്രശ്നം? കണ്ണൂർ കിടക്കുന്നവരും തിരുവനന്തപുരത്ത് കിടക്കുന്നവരാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ ലിറ്ററേച്ചറിയെക്കുറിച്ച് ചെറിയൊരു വിവരണം നൽകിയപ്പോൾ അവർ പറഞ്ഞ മറുപടി അല്ലെങ്കിൽ അവരുടെ പ്രതികരണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ലിറ്റർജി എന്നത് വെറും ഒരു ആചാരമല്ല, അല്ലേ? അത് അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്, അല്ലേ? അതെ. കാരണം എന്താണ്? മറ്റ് മതങ്ങളെ പോലെയല്ല ക്രിസ്തു മതം. മറ്റ് മതങ്ങളുടെ സ്ഥാപകർ ഒന്നും തന്നെ മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവരുടെ ആചാരങ്ങളെല്ലാം വെറും ആചാരമാണ്. എന്നാൽ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു മരിച്ചവരിൽ ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നവനാണ്. അതിന് ലിറ്റർജി ഒരു ആചാരമോ അനുഷ്ഠാനമോ അല്ല. അവർക്കത് ശുദ്ധവായുവും ശുദ്ധജലവും പോലെ പ്രധാനപ്പെട്ടതാണ്. ഇഹലോകത്ത് വളരെ കുറച്ച് നാളെ നമ്മൾ ജീവിക്കുന്നുള്ളൂ. പിന്നെ എല്ലാം ജീവിക്കുന്നത് അങ്ങേ ലോകത്ത് ദൈവത്തിൻ്റെ ഒപ്പമാണ്. അവിടെ അർപ്പിക്കുന്ന ആരാധനയുടെ മുൻ ആസ്വാദനമാണ് ക്രിസ്തീയ ലിറ്റർജി. അതുകൊണ്ടാണ് ലത്തീൻ സഭയിൽ ദിവ്യകാരണം സ്വീകരിക്കുന്ന തൊട്ട് മുൻപ് പറയുന്നത് വെളിപാട് പുസ്തകത്തിലെ വചനമാണ്. 19-ാമത്തെ അധ്യായത്തിലെ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്വർഗത്തിലെ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നാണ്, അതിന് മുൻ ആസ്വാദനമാണ് കുർബാന. അപ്പോൾ സ്വർഗത്തിലെ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നിൽ പങ്കെടുക്കാനുള്ള ട്രെയിനിങ് ആണ് ലിറ്റർജി. അത് വെറുതെ ആചാരമോ അനുഷ്ഠാനമോ അല്ല. ഞാൻ ആവർത്തിക്കുകയാണ്, വായുവും വെള്ളവും പോലെയാണ് സത്യവിശ്വാസികൾക്ക് ലിറ്റർജി. അതുകൊണ്ടാണ് മലിനവായുവും മലിനജലവും പോലെ ഉള്ള ഈ ജനാഭിമുഖ കുർബാന പറ്റില്ലെന്നും ശുദ്ധവായു പോലെ ശുദ്ധവെള്ളം പോലെ ശുദ്ധജലം പോലെ തങ്ങൾക്ക് സഭ അംഗീകരിച്ച ലിറ്റർജി വേണമെന്നും പറഞ്ഞ് ഈ ബസിലിക്കയിലെ ആൾക്കാർ കിടക്കുന്നത് 2 മാസത്തിലേറെയായി. അതൊരു ചെറിയൊരു സമരമാണോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ പഞ്ചാബിലെ കർഷക സമരം പോലെയും ആശാ വർക്കർമാരുടെ കേരളത്തിലെ സമരം പോലെയുമാണ് ഈ ബസിലിക്കയിലെ സമരമെന്ന് ഞാൻ പറഞ്ഞു. എണ്ണമല്ലല്ലോ പ്രശ്നം, അതുമൂലമുണ്ടായ പ്രസക്തി, ഇമ്പാക്ട്. അതിൻ്റെ ഇമ്പാക്ട് നോക്കിയാൽ ലോകമാസകലമാണ് അതിൻ്റെ ഇമ്പാക്ട്. തീർന്നില്ല. ഈ വിദേശ രാജ്യങ്ങളിൽ എറണാകുളം, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ രൂപതകളിലെ ചിലരുടെ വികാരം മാത്രം നടപ്പിലാക്കാനായി സീറോ മലബാർ സഭയുടെ പൈതൃകത്തെ ഒറ്റിക്കൊടുക്കുന്നവരുടെ സന്ദർശനം മൂലമുള്ള പീഡനം, ആ പീഡനം സഹിക്കുന്നവരിലൂടെ നാം ഈ സഭയുടെ യഥാർത്ഥ പൈതൃകത്തെ പ്രസരിപ്പിക്കുകയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുമ്പോൾ മാത്രമേ ക്രൂശിതന്റെ സുവിശേഷത്തിന്റെ സ്നേഹത്തിന്റെ ആ വെളിച്ചം മറ്റുള്ളവർക്ക് ലഭിക്കൂ. തലപ്പത്തുള്ളവര് സഭയെ ഒറ്റിക്കൊടുക്കുമ്പോൾ പാവപ്പെട്ട സത്യവിശ്വാസികള് തോമായുടെ സഭയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നു. ആ ക്രൂശിക്കപ്പെട്ട സ്നേഹത്തിലൂടെ അനേകം പേരിലേക്ക് സീറോ മലബാർ സഭയുടെ വെളിച്ചം പ്രസരിക്കുന്നു. ദൈവത്തിന്റെ മാർഗം പലപ്പോഴും നമുക്ക് ഇടർച്ചയുണ്ടാക്കുന്നതാണ്. ഈ ക്രൂശിക്കപ്പെടുന്ന വിശ്വാസികൾക്ക് പോലും അത് ഇടർച്ചയാണ്. പക്ഷെ അവരറിയുന്നില്ല, തങ്ങളുടെ സഹനത്തിലൂടെ, തങ്ങളുടെ ഈ പോരാട്ടത്തിലൂടെ സത്യവിശ്വാസത്തിന്റെ വെളിച്ചമാണ് അവർ പ്രസരിപ്പിക്കുന്നത്. പലർക്കും അറിയ പോലുമില്ല. പക്ഷേ ചിലർക്കറിയാം. സത്യവിശ്വാസത്തിന്റെ ആന്തര കണ്ണ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഇടർച്ചയുള്ള ഈ മാർഗങ്ങളുടെ നന്മ തിരിച്ചറിയാൻ പറ്റും. ഞാനൊരു ചില ഉദാഹരണങ്ങൾ പറയാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ച് കുർബാന ആരംഭിക്കാൻ പാടില്ല. അതുകൊണ്ട് തക്സയിൽ അത് എഴുതിയിട്ടില്ല, ഇല്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് കുർബാന ആരംഭിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് തക്സയിൽ പ്രിന്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ചൊല്ലുന്നു എന്ന് ഒരു വിശ്വാസി സന്ദർശകനോട് ചോദിച്ചു. ആ സന്ദർശകൻ പറഞ്ഞ മറുപടി, എറണാകുളത്തിൻ്റെയും ഇരിങ്ങാലക്കുടയുടെയും തൃശ്ശൂരിൻ്റെയും വികാരം സംരക്ഷിക്കാൻ വേണ്ടി. സന്ദർശകന്റെ മറുപടി. അപ്പം ഈ ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞു, ഞാനും ആ പ്രദേശത്തു നിന്നുള്ള ആളാണ്. നിങ്ങൾ ഏതാനും വൈദികരുടെ വികാരം മാത്രം നോക്കിയാൽ മതിയോ? ഞങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന സത്യവിശ്വാസികളുടെ വികാരത്തിന് വിലയില്ലേ? ഞങ്ങൾക്കാർക്കും വികാരമില്ലേ? എറണാകുളത്തിൻ്റെയും ഇരിങ്ങാലക്കുടയുടെയും തൃശ്ശൂരിൻ്റെയും വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണത്രേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ വെച്ച് തുടങ്ങുന്നത്. നിങ്ങളെ അച്ഛന്മാർക്ക് മാത്രമേ വികാരമുള്ളൂ? ഞാനും ആ പ്രദേശത്ത് വരുന്നവരാണ്, ഞങ്ങൾ പലരും ആ പ്രദേശത്ത് വരുന്നവരാ. ഞങ്ങളുടെ ആരും വികാരത്തിന് വിലയില്ലേ? തീർന്നില്ല. ഓരോ പ്രദേശത്തിൻ്റെയും വികാരത്തിൻ്റെ ആഘോഷമാണോ ലിറ്റർജി? എറണാകുളത്തിൻ്റെയും ഇരിങ്ങാലക്കുടയുടെയും തൃശ്ശൂരിൻ്റെയും
വികാരത്തിന്റെ ആഘോഷമാണോ ലിറ്റർജി? അങ്ങനെയാണെങ്കിൽ ലോകമാസകലം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ലത്തീൻ സഭയിൽ കോടാനുകോടി ലിറ്റർജികൾ വേണ്ടി വരുമല്ലോ. തിരുവനന്തപുരത്തെ ലത്തീൻ സഭയുടെ വികാരമല്ലല്ലോ കോട്ടപ്പുറം രൂപതയിലെ ലത്തീൻ സഭയുടെ വികാരം, അതല്ലല്ലോ കോഴിക്കോട് രൂപതയിൽ. അപ്പോൾ കേരളത്തിൽ തന്നെ ഈ തൃശ്ശൂരിനൊരു വികാരം, ഇരിങ്ങാലക്കുടയ്ക്ക് വേറൊരു വികാരം, എറണാകുളത്തിന് മറ്റൊരു വികാരം, ചങ്ങനാശ്ശേരിക്കും കാഞ്ഞിരപ്പള്ളിക്കും വേറൊരു വികാരമൊക്കെ ആണെങ്കിൽ ലത്തീൻ സഭയ്ക്ക് എത്ര കോടാനുകോടി ലിറ്റർജികൾ വേണ്ടി വരും? ഓരോ പ്രദേശത്തെയും വികാരം പ്രകടിപ്പിക്കാനുള്ളതാണോ ലിറ്റർജി? കത്തോലിക്ക സഭയുടെ മതബോധനം പറയുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ലിറ്റർജി എന്നാണ്. എന്നാൽ സന്ദർശകൻ പറയുന്നത് ഓരോ പ്രദേശത്തിനെയും വികാരത്തിന്റെ പ്രകാശനമാണതെന്ന്. എങ്ങനെയുണ്ട്? ഈ സത്യവിശ്വാസികൾ മതബോധനം കൃത്യമായി പഠിച്ചിരിക്കുന്നു, അത് സത്യമെന്ന് വിശ്വസിക്കുന്നു. ഇത് രണ്ടുമില്ലാത്ത സന്ദർശകനും നേതൃത്വവും ഈ സത്യവിശ്വാസികളെ പീഡിപ്പിക്കുന്നു. പക്ഷേ ആ സത്യവിശ്വാസികളുടെ പീഡനത്തിലൂടെയാണ് സീറോ മലബാർ സഭയുടെ വെളിച്ചം വിദേശങ്ങളിൽ മുഴുവൻ പ്രസരിക്കുന്നത്. ഇനി നിങ്ങൾ അറിവിന് വേണ്ടി പറയുക, ലത്തീൻ സഭയിലും ലത്തീൻ കുർബാനയിലും പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ചൊല്ലി അല്ല കുർബാന തുടങ്ങുന്നത്. അത് തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ അവരുടെ മിസൽ എടുത്ത് നോക്കിയാൽ ഓരോ ദിവസത്തേക്കും വേണ്ട എൻട്രൻസ് ആൻറ്റിഫൺ ഉണ്ട്. എൻട്രൻസ് ആൻറ്റിഫൺ, പ്രവേശക ഗീതം. അത് ചൊല്ലിയിട്ട് ശേഷമേ പിതാവിനും പുത്രനും വെക്കാൻ പാടൂ. ചിലപ്പോൾ അത് ചൊല്ലുന്നതിന് പകരം അവർ പ്രവേശക ഗീതമായിട്ട് ചൊല്ലും. പ്രവേശക ആൻറ്റിഫൺ എന്ന് പറയുന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടേ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനും വെക്കാൻ പാടുള്ളൂ ലത്തീൻ സഭയിലും. ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെയാണ് മിസലിൽ, അവരുടെ തക്സയിൽ കിടക്കുന്ന അങ്ങനെയാണ്. യൂറോപ്പിൽ മുഴുവൻ ഞാൻ കണ്ടിരിക്കുന്നു. ഞാനൊരു 13, 15, 18 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവരെല്ലാം കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇന്ത്യക്ക് മാത്രമായിട്ടൊരു മിസൽ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചുരുക്കത്തിൽ ലത്തീൻ സഭയിലും പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും വെച്ചിട്ടല്ല കുർബാന ആരംഭിക്കുന്നത്. അത് തെറ്റിദ്ധാരണയാണ്. എൻട്രൻസ് ആൻറ്റിഫൺ ചൊല്ലിയതിന് ശേഷമാണ്. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ദൈവം തന്നെ നമ്മെ എടുത്തു വെക്കുന്നതാണ് ഈ കുർബാന എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ തിരുമണിക്കൂറിലേക്ക്, അതായത് എല്ലാം തികഞ്ഞ അനുസരണത്തിലേക്ക് നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ അനുസരണത്തെ എടുത്തു വെക്കുന്നതാണ് വിശുദ്ധ കുർബാന. അപ്പോഴാണ് നമ്മുടെ അനുസരണം ക്രിസ്തുവിന് അനുസരണമായിട്ട് ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന ബലിയാകുന്നത്. അങ്ങനെ ദൈവം നമ്മെ ഇതിലേക്ക് എടുത്തു വെക്കുന്നത് ഈ പ്രവേശക ഗീതത്തോടു കൂടിയാണ്, എൻട്രൻസ് ഗീതത്തോടു കൂടിയാണ്. അതിനു മുമ്പ് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വെച്ചാൽ ശരിയാകുമോ? മുദ്ര വെച്ചാൽ ശരിയാകുമോ? ലത്തീൻ സഭയിലും പറ്റില്ല, സീറോ മലബാർ സഭയിലും പറ്റില്ല. പക്ഷേ ഇത് ലത്തീൻ സഭയുടെ കുർബാനയെക്കുറിച്ചോ സീറോ മലബാർ സഭയുടെ കുർബാനയെക്കുറിച്ചോ വിവരമോ അറിവോ ഇല്ലാത്ത നേതൃത്വം തോന്നി പോലെ തക്സയിൽ ചെയ്തു കൂട്ടുകയാണ്. അതിലൂടെ ക്രിസ്തുവിനേക്കാൾ വലിയവരാണ് തങ്ങളെന്ന് അറിയാതെ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇത് ആദാമിന്റെ പാപമാണ്. ആദാമിന്റെ ആദ്യ പാപം. ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ പിശാചിന്റെ വാക്ക് കേട്ട് സ്വന്തം താല്പര്യത്തിന് ചെയ്യുക. അതിൽ കുറഞ്ഞതൊന്നുമല്ല ഇത്. നിങ്ങൾ വിചാരിക്കരുത് ഇത് ചെറിയൊരു കാര്യമാണെന്ന് വിചാരിക്കരുത്. ക്രിസ്തുവിനേക്കാൾ, ക്രിസ്തുവിന്റെ സഭയേക്കാൾ, ക്രിസ്തുവിന്റെ സ്ലീഹന്മാരെക്കാൾ അറിവും പാണ്ഡിത്യവും വിശുദ്ധിയും ഞങ്ങൾക്കുണ്ട് എന്ന് അഹങ്കരിക്കുന്നവരുടെ രീതിയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെച്ച് കുർബാന ചൊല്ലുന്നത്. ഏത് മെത്രൻ അനുവദിച്ചാലും, ഏത് മെത്രാപ്പോലീത്ത അനുവദിച്ചാലും. കാരണം തക്സൽ അത് പ്രിന്റ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അത് നമ്മുടെ കുർബാനയുടെ ഭാഗമല്ല. ലത്തീൻ കുർബാനയിലും അങ്ങനെയല്ല. നിങ്ങൾ വെല്ലുവിളിക്കൂ, അല്ലെങ്കിൽ ഞാൻ മറിച്ചാണ്, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ വെല്ലുവിളിക്കൂ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ മറിച്ച് തെളിയിക്കൂ. സന്ദർശകനോട് അടുത്തൊരു ചോദ്യം. സീറോ മലബാർ സഭയ്ക്ക് 3 അനാഫറകളില്ലേ? അതിലെന്താ 2 ചൊല്ലാത്തത്, ഇവിടെ ചൊല്ലാത്തത്? അപ്പോൾ നെസ്റ്റോറിയസിനെ പാശ്ചാത്യ സഭ വേദവിപരീതക്കാരനായി 2 പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് സന്ദർശകന് വേണ്ടി ദല്ലാൽ പണി നടത്തുന്ന ആളുടെ മറുപടി. അപ്പൊ സത്യവിശ്വാസി ചോദിച്ചു, അങ്ങനെയെങ്കിൽ വേദവിപരീതം നടത്തിയ ഒരാളുടെ അനാഫറ വത്തിക്കാൻ അംഗീകരിച്ച് എന്തുകൊണ്ട്? ഉത്തരം മുട്ടി. ഈ വത്തിക്കാൻ നേരിട്ട് നിയമിച്ചവരാണല്ലോ ഇവര്. അപ്പൊ വത്തിക്കാന് ബോധമില്ലേ? ഈ നെസ്റ്റോറിയസിന്റെ കുർബാന അത് വേദവിപരീതമാണെങ്കിൽ, പാഷാണ്ഡതയാണെങ്കിൽ വത്തിക്കാൻ അംഗീകരിച്ചത് എന്തുകൊണ്ട്? ഉത്തരം മുട്ടിയ സന്ദർശകൻ കണ്ണുരുട്ടി കാണിച്ച് മിണ്ടാതിരുന്നു. അടുത്ത ചോദ്യം. മാർത്തോമ സ്ലീവയുള്ള കാപ്പ ഉപയോഗിക്കണമെന്ന് 1959 റോമിൽ നിന്ന് നിർദ്ദേശമില്ലേ? പിന്നെ എന്തേ അത് ഉപയോഗിക്കാതെ ആകൃതിയുള്ള കാപ്പ ഉപയോഗിക്കുന്നത്? ഇതാണ് മറ്റൊരു സത്യവിശ്വാസി ചോദിച്ചത്.
അദ്ദേഹത്തിന് ഈ വൈകാപ്പ് ഉപയോഗിക്കുന്ന വൈദികന് പൊക്കം കുറവായത് കൊണ്ട് എന്ന് സന്ദർശകന്റെ മറുപടി. എങ്ങനെയുണ്ട് മറുപടി? പൊക്കം കുറവായത് കൊണ്ടാണ് അദ്ദേഹത്തിന് പാകമായ കാപ്പ ഈ വൈ ആകൃതിയുള്ളൂ. മാർത്തോമസ് ലീബയുള്ള കാപ്പയില്ല അത്രേ. പൊക്കം കുറവുള്ള ആൾക്ക് യോജിക്കുന്ന കാപ്പ, ഈ മാർത്തോമസ് ലീബയുള്ള കാപ്പ തയ്ക്കാനുള്ള പണം താൻ തരാമെന്ന് മറ്റൊരു സത്യവിശ്വാസി. വീണ്ടും ഉത്തരം മുട്ടിയ സന്ദർശകൻ. ഈ മുട്ടാപ്പോക്ക് ന്യായങ്ങളല്ലാതെ സീറോ മലബാർ സഭയുടെ തനത് ദൈവശാസ്ത്രമോ ലിറ്റർജിയോ സീറോ മലബാർ സഭയുടെ തനത് പാരമ്പര്യമോ പൈതൃകമോ ഇല്ലാത്തവരെ സന്ദർശകരായി നിയമിച്ചാൽ ഇതായിരിക്കും സഭയുടെ ഗതി, അധോഗതി. അപ്പൊ വേറൊരാൾ ചോദിച്ചു സന്ദർശകനോട്, അച്ഛൻ വീട്ടിൽ ഡൈനിങ് ടേബിൾ ഇടയ്ക്കിടയ്ക്ക് ചുംബിക്കാറുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ അച്ഛൻ ഈ ബലിപീഠം ഇടയ്ക്കിടയ്ക്ക് ചുംബിക്കുന്നത്? അത് പരിശുദ്ധമായതുകൊണ്ട്. മെത്രാന് മാത്രമേ അത് കൂതാശ ചെയ്യാൻ കഴിയൂ. മെത്രാൻ കൂതാശ ചെയ്തിട്ടാണ് അതുകൂടി ഇട്ടിരിക്കുന്നത് ദേവാലയത്തിൽ. എന്ന് വെച്ചാൽ അത് സ്ലൈഹി പിന്തുടർച്ചയുള്ള ഒരു അടയാളമാണ്. കർത്താവിന്റെ കബറിടത്തിന്റെ അടയാളം, സജീവ അടയാളം. കാരണം എന്താ? ആ കബറിടത്തിൽ അവൻ അടക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടെയാണ് അവൻ ഉയർത്തത്. ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിന്ന് കുർബാന ചൊല്ലുന്നത്. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയായിരുന്നെങ്കിൽ നമ്മൾ നിലത്തെ കിടന്നാണ് ചൊല്ലേണ്ടിയിരുന്നത്. അതിന് പകരം നമ്മൾ എഴുന്നേറ്റ് നിന്നാണ്. കാരണം എന്താ? ഉത്തിതനുമായുള്ള കൂടിക്കാഴ്ചയാണത്. അപ്പോൾ അങ്ങനെയുള്ള ഈ അടയാളം, സജീവമായ അടയാളം, ആ ബലിപീഠത്തിൽ ആവശ്യമില്ലാത്ത സംഗതിയിൽ വെക്കാൻ പാടുണ്ടോ? അവിടെ വെക്കണമെന്ന്, എന്തൊക്കെ വെക്കണമെന്ന് അവൾ തക്സയിൽ എഴുതിയിട്ടില്ലേ? അതിന് പകരം അച്ഛന് കുടിക്കാനുള്ള ചൂടുവെള്ളം പോലും വെക്കാനുള്ള ഡൈനിങ് ടേബിൾ ആയിട്ട് ബലിപീഠത്തെ മാറ്റുന്നത് ശരിയോ? ഇതാണ് ഒരു സത്യവിശ്വാസം ചോദിച്ചത്. ഇത് ഡൈനിങ് ടേബിൾ ആണോ? ബലിപീഠം ഡൈനിങ് ടേബിൾ ആണോ? അച്ഛന് കുടിക്കൽ ചൂടുവെള്ളം കൊണ്ടുവയ്ക്കേണ്ട ടേബിൾ ആണോ അത്? അച്ഛന് വെള്ളം കുടിക്കാം. ഇപ്പൊ ഒരു രോഗിയാണെങ്കിൽ കുർബാനയ്ക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കലിന് വെള്ളം കുടിച്ചോ? അതിന് വെക്കാൻ വേറെ ടേബിൾ ഇല്ലേ അവിടെ? അത് ബലിപീഠത്തിലാണോ വെക്കേണ്ടത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ സന്ദർശകന് മറുപടി ഇല്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ അദ്ദേഹത്തെ വിഷമിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് മറ്റൊരച്ഛൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ജനങ്ങൾക്ക് ഇപ്പോഴുള്ള വിശ്വാസം കളഞ്ഞു കുളിക്കരുത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച്. കണ്ടോ, ഈ വിശ്വാസികൾക്ക് ബോധം വരികയും അവരെ നയിക്കുന്നവർക്ക് ബോധമില്ലാതെ വരികയും ചെയ്തപ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ വിഷമിപ്പിക്കരുത്. ജനങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസം കളഞ്ഞു കുളിക്കരുത്. ഏത് ജനങ്ങൾക്ക്? ജനങ്ങൾക്കൊരു വിശ്വാസത്തിന് പ്രശ്നമില്ല. വിശ്വാസത്തിന് പ്രശ്നമുള്ളത് നേതാക്കന്മാർക്കാണ്. ഇനി ചില ജനങ്ങളുണ്ട്, അവർക്ക് ഇതൊന്നും അറിയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ചില സ്ഥാനമാനങ്ങൾ കിട്ടണമെന്നാണ്. അവര് പഠിക്കാൻ തയ്യാറല്ല. ഇനി പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ പോലും അവർക്ക് സമയമില്ല. സമയമുണ്ടെങ്കിൽ പോലും മനസ്സില്ല. അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. അവർ ഇങ്ങനെയുള്ള നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി എങ്ങനെയൊക്കെ ജീവിച്ചു പോകും. അവരുടെ വിചാരം ഈ അച്ഛന്മാര് അവരെ സ്വർഗത്തിലേക്ക് നേരം കയറ്റി വിടുമെന്നാ. കർത്താവിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഈ ഉത്തരം കൊടുക്കാനായിട്ട് അച്ഛന്മാർ കൂടി ഉണ്ടാകുമോ? മെത്രന്മാർ കൂടി ഉണ്ടാകുമോ? ഒന്നുമില്ല. പിന്നെ അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവരുടെ കാര്യം പഠിക്കാൻ ചെന്നവർക്ക് ലിറ്റർജി എന്താണെന്ന് അറിയില്ല. സഭയുടെ ദൈവശാസ്ത്രം അറിയില്ല. സഭയുടെ തനത് പാരമ്പര്യം അറിയില്ല. സീറോ മലബാർ സഭയുടെ തനത് ദൈവശാസ്ത്രത്തിൽ ഒരു പിടിപാടുമില്ല. പൗരസ്ത്യ സഭകൾ ഔന്നത്യത്തെക്കുറിച്ച് ബോധ്യമില്ല. കേരളത്തിലെ ചില പ്രാദേശിക രൂപതകളുടെ വികാരത്തിന്റെ ആഘോഷമാണ് ലിറ്റർജി എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ സന്ദർശകന്മാരായി സഭാ നേതൃത്വം നിയമിച്ചാൽ ഇങ്ങനെയുള്ള ഒരു അധോഗതിയായിരിക്കും സീറോ മലബാർ സഭയ്ക്ക് സംഭവിക്കുക. പക്ഷേ ദൈവം ഞങ്ങളെ കൈവിടില്ല. കാരണം ഏലിയ പ്രവാചകനോട് പറഞ്ഞതുപോലെ, ബാൽദേവന് മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് പോലെ, ഈ കൽദായ വിരുദ്ധ ലോബിയുടെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 കൽദായരെ കർത്താവ് മാറ്റി നിർത്തിയിട്ടുണ്ട്. കൽദായ വിരുദ്ധ ലോബിയുടെ മുമ്പിൽ മുട്ടുകുത്താത്ത 7000 കൽദായരെ കർത്താവിന് വേണ്ടി തോമാസ് ലീഹയ്ക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിനാൽ ഈ ആഹാബ് രാജാവിനെ പോലെയോ ജസബൽ രാജ്ഞിയെ പോലെയോ എന്തൊക്കെ കലിതുള്ളി നിങ്ങൾ വന്നാലും സീറോ മലബാർ സഭയുടെ വെളിച്ചം അത് വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തും പ്രസരിക്കുക തന്നെ ചെയ്യും. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിക്കുന്നവരാണ് ഞങ്ങൾ സീറോ മലബാർ വിശ്വാസികൾ എന്ന് പറയുന്ന പൗരസ്ത്യ സുറിയാനി കൽദായ വിശ്വാസികൾ. ക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ട സ്നേഹത്തിന്റെ, ക്രൂശിതനായ ക്രിസ്തുവിന്റെ ചൂടടയാളം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ശരീരത്തിൽ വഹിക്കുന്നു. അതിനെ തടയാൻ കഴിയുന്ന ഒരു ശക്തിയും ലോകത്തില്ല. അതിനാൽ
സീറോ മലബാർ സഭയുടെ വെളിച്ചം സീറോ അല്ല, പൂജ്യമല്ല, മറിച്ച് അത് ലോകം മുഴുവൻ പ്രസരിക്കുന്ന വലിയ ശോഭയാണ്. അതുകൊണ്ടാണ് മറ്റ് മതസ്ഥര് പോലും എന്തിനാണ് ഇത്ര വലിയ സമരം നടക്കുന്നതെന്ന് ചോദിക്കുകയും ഇപ്പോൾ അവർ ഉത്തരം കിട്ടിയിട്ട്, കുറച്ചു പേർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ട് അവർ ക്രിസ്തീയ ആരാധനയെ ഇത്രയും മഹത്വമുള്ളതായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നത്. ഈ വെളിച്ചം ലോകം മുഴുവൻ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.